കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. അത ദ്വിതീയോധ്യായ. ശ്രീശുക ഉവാച ഇതി ഭാഗവത പൃഷ്ടക്ഷത്രാവാർത്താം പ്രിയശ്രയം പ്രതിവക്തും ന ചോത്സ്യേഹ ഔത്കണ്ഠ്യസ്മാരിതേശ്വര യഃ പഞ്ചഹായനോ മാത്ര പ്രാതരാശായാചിതം തന്നൈച്ഛദ്രജയന്യസ്യ സപര്യാം ബാലലീലയാ സഗതം സേവയാ തസ്യ കാലേന ജരസങ്കത പൃഷ്ടോ വാർത്താം പ്രതിബ്രൂയാത് ഭർത്തുപാദാവനുസ്മരൻ സ മുഹൂർത്തമഭൂത് തൂഷ്ണീം കൃഷ്ണാംഘ്രിസ്തുതയാ വൃശം തീവ്രേണ ഭക്തിയോഗേന നിമഗ്നഃ സാധു നിർവൃതം പുളകോദ്ഭിന്ന സർവാംഗോ മുഞ്ജന്മീലത് ശശ്രുജ പൂർണ്ണാർത്തോരിഷിതാസ്തേന സ്നേഹപ്രസരസംപ്ലുതം ശനകൈർഭഗവൻ ലോകം പുനരാഗത വിമൃച്യ നേത്രേ വിദുരം പ്രത്യഹോദ്ധവ ഉസ്മയൻ. ശ്രീ ഉദ്ധവ ഉവാച കൃഷ്ണദ്യുമണിനുംലോചേ ഗീർണേഷു ജഗരേണഃ കിം നുന കുശലം ബ്രൂയാം ഗതശ്രീഷു ഗൃഹേഷ്വഹം ദുർഭഗോപദലോകോയം യദവോ നിതരാമഭി യേ സംവസന്തോ ന വിദുർഹരിം മീനാ ഇവോടുവം ഇംഗിതജ്ഞാ പുരപ്രൗഢം ഏകരാമാശ്ച സാത്വതാ വൃഷഭം സർവേ ഭൂതവാസാ മമം സദം ദേവസ്യ മായയാ സ്പൃഷ്ടാ യേ ചാന്യ ദശദാശ്രിതം ഭ്രാമ്യതേ തീർന്ന തദ്വാക്യൈരാത്മന്യുക്താത്മനോ ഹരൗ പ്രദശ്യാതപ്തപസാമവിതൃപ്തദശാം നൃണം ആദായാന്തരദാദ്യസ്തു സ്വബിംബം ലോകലോചനം യന്മർത്തിലീലോപൈകം സ്വയോഗം മായാബലം ദർശേതാഗീരം വിസ്മാപനം സ്വസ്യജസോപകൃതേ പരം പദം ഭൂഷണഭൂഷണാംഗം യധർമ്മസൂനോർബദരാജസൂയേ നിരീക്ഷ്യന്തസ്വസ്തേനം ലോക കാസ്നേന ചാദ്യേഹ ഗതം വിദാതോ ഗർവാക്ശ്രുതൗ കൗശലമിത്യമന്യതാം യസ്യാനുരാഗപ്ലുതഃ സരാസ ലീലാവലോകപ്രതിലബ്ധമാനാ വ്രജസ്ത്രിയോ ദൃഗ്ഭിരനുപ്രവൃത്ത ധിയോ വദസ്തു കില കൃത്യശേഷ സ്വശാന്തരൂപേഷിതരൈः സ്വരൂപൈः അഭ്യർത്ഥ്യമാനേഷനുകമ്പിതാത്മാ പരാവരേശോ മഹദംശയുക്തോ ഹ്യജോ വിജാതോ ഭഗവാൻ യദാഗ്നി മാം കേതിയത്യേതദജസ്യ ജന്മ വിഡംബനം യത് വസുദേവഗേഹേ വ്രജേ ച വാസോരിഭയാദിവ സ്വയം പുരാർപ്യവസിത് യദനന്ദവീര്യ ദുനോതി ചേതസ്മരതോ മമൈദം യഥാഹ പാദാവഭിവന്ദ്യപിത്രോ താദാമകം സാധുജസംഗിതാനം പ്രസീദതാം നോ കൃതനിഷ്കൃതീനാം കോ വാ അമുഷ്യാംഘ്രിസരോജരേണും വിസ്മർത്തുമീശീതപുമാൻ വിജിഘ്രാൻ യോ വിസ്ഫുരത് വിഭ്രൂവിടവേന ഭൂമിർ ബാലം കൃതാന്തേന തിരശ്ചകാര ദൃഷ്ടാഭവദ്ഭിർനനുരാജസൂയേ ചൈതസ്യ കൃഷ്ണം ദിശതോപി സിദ്ധി യാം യോഗിനഃ സംസ്പൃഹയന്തി സമ്യക് യോഗേന കസ്തദ്വിരഹം സഹേത തഥൈവ ചാന്യേ നരലോകവീര യ ആഹവേ കൃഷ്ണമുഖാരവിന്ദം നേത്രൈ പിബന്ധോ നേനാഭിരാമം പാർത്ഥാസ്തപൂതഃ പദമപുരസ്യ സ്വയം തു സാമ്യാതിശയസ്ത്രദീശ സ്വരാജ്യലക്ഷ്മ്യാപ്തസമസ്തകാമ ബലിം ഹതദ്ഭിശ്ചിരലോകപാലൈ കിരീടകോട്ടീടിതപാദപീഠ തത്തസ്യ കൈവല്യമലം പ്രധാനോ വിഗ്രാപയത്യാംഗയദുഗ്രസേനം തിഷ്ടൻ നിഷന്നം പരമേഷ്ടതീഷ്ണേ നിബോധയത് ദേവനിതാരയേതി അഹോ ഭഗീയം സ്തനകാളകൂടം
ജിഗാംസയാ പായേതപ്യസാധ്വി ദേവേഗതിം ദാതൃചിതാം തതോന്യം കമ്പാദയാലും ശരണം വ്രജേമ. മന്യേ സുരൻ ഭഗവതാം സ്തദീശേ സംരംഭമാർഗാഭിനിവിഷ്ടചിത്താൻ യേ സംയുഗേ ചക്ഷതദാസ്യപുത്ര മാംസേ സുനാഭായുധമാവദന്തം. വസുദേവസ്യ ദേവക്യാം ജാതോ ഭോജേന്ദ്രബന്ധനെ ചികിത്സുർഭഗവാനസ്യ ശമജേനാഭിയാജിതം. തതോ നന്ദവ്രജമിതം പിത്രാ കംസാ വിബിഭ്യതാം ഏകാദശ സമാസ്താത്ര ഗൂഢാച്യുതസബലോ വസത്. പരീതോത്സവൈർവത്സാശ്ചാലയൻ വിഹരത് വിഭോ യമുനോ ഭവനെ കൂജദ്വിജസങ്കുലിതാംഗ്രിവേ. കൗമാരീം ദർശ്യാം ശ്രേഷ്ഠം പ്രേക്ഷണീയം വ്രജൗകസം യുധന്യവഹസന്മുഗ്ധം ബാലസിംഹാവലോകനം. സ ഏവാഗോദനം ജഷ്മ്യ നികേതം സിതഗോവൃഷം ചാരേന്നനുഗൻ ഗോപൻ രണധേണുരരീരമത്. പ്രയുക്തൻ ഭോജരാജേന മായിനാ കാമരൂപിണ ലീലയാ വിനുതത്താംസ്തൻ ബാലക്രീഡനകാനിവ. വിപന്നൻ വൃഷഭാനേന നിഗൃഹ്യാഭുജഗാധിപം ഉദാപ്യാപായദ്ഗാവസ്തത്തോയം പ്രകൃതിസ്ഥിതം. അയാചയത് ഗോസവേന ഗോപരാജം ദ്വിജോത്തമൈ ഇത്തസ്യ ചോരഭാരസ്യ ജിഗീഷൻ സദ്വയം വിഭോ. വർഷതീന്ദ്രേ വ്രജകോപ ഭഗ്നമാനേതി വിഹ്വലം ഗോത്രാലീലാതപത്രേണ ത്രാതോഭദ്രാനുഗൃഹതം. ശിരശ്ചിഖരൈർമൃഷ്ടം മാനയൻ രജനീമുഖം ഗായൻ കളപദം ദേമേ സ്ത്രീണാം മണ്ഡലമണ്ഡന. ശ്രീകൃഷ്ണായ നമഃ. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം തൃതീയസ്കന്ധേ പിതൃോക്തസംവാദേ ദ്വിതീയോധ്യായം. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര. ഗുരുസാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പ ശരണം. തൃതീയസ്കന്ധം രണ്ടാമത്തെ അധ്യായം. കഴിഞ്ഞ അധ്യായത്തിൽ ഹസ്തിനപുരത്തിൽ നിന്നും പുറപ്പെട്ടുപോയ വിതുരര് ഉദ്ധവരെ കണ്ടുമുട്ടിയതായ രംഗമാണ് നാം കേട്ടത്. വിതുരര് ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥയെ വിസ്തരിച്ചു പറഞ്ഞു തരണമെന്ന് ഉദ്ധവരോട് പറഞ്ഞു. അതിൻ്റെ ഫലമായിട്ട് ഈ അധ്യായത്തിൽ ഭഗവാന്റെ വിരഹനിമിത്തം അതീവ ദുഃഖിതനായ ഉദ്ധവര് ഭഗവാന്റെ ബാലലീലകൾ ചുരുക്കി പറയുകയാണ്. ശ്രീശുക ഉവാച ഇതി ഭാഗവതപൃഷ്ട ക്ഷത്രാവാർത്താം പ്രിയാശ്രയാം പ്രതിവക്തും ന ചോത്സേഹ ഔത്കണ്ഠ്യാത് സ്മാരിതേശ്വര. ശ്രീശുകമുനി പറയുകയാണ്, വിതുരര് ഭഗവാന്റെ ചരിത്രത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ശ്രീകൃഷ്ണ വിരഹത്താൽ അതീവ ദുഃഖിതനായ ഉദ്ധവർക്ക് തൻ്റെ പ്രിയനായ ഭഗവാന്റെ സ്മരണ ഉണ്ടാവുകയും ഭഗവാന്റെ വിരഹദുഃഖം മനസ്സിലുദിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഒന്നും പറയാൻ കഴിയാതെ അല്പനേരം മൗനമായിട്ടിരുന്നു. ഇനി ഈ ഉദ്ധവരാണെങ്കിലോ 5 വയസ്സ് പ്രായമുള്ള ബാലനായിരിക്കുമ്പോൾ തന്നെ കുട്ടിക്കളിയിൽ ശ്രീകൃഷ്ണ ബിംബം വെച്ച് പൂജ ചെയ്തുകൊണ്ടിരുന്നു. ആഹാരത്തിനായി അമ്മ വന്ന് വിളിച്ചിട്ടുകൂടി പൂജയിൽ ആസക്തനായ ആ ഭക്തൻ പോയില്ല. ഉദ്ധവര് വളർന്നു വരുന്നതനുസരിച്ച് ഭഗവാനിലുള്ള ഭക്തിയും വർദ്ധിച്ചു വന്നു. ആ ഭഗവാന്റെ സേവയോടുകൂടെ വാർദ്ധക്യാവസ്ഥയിലെത്തിയ ഉദ്ധവർക്ക് വിതുരൻ്റെ ചോദ്യം കേട്ട് ശ്രീകൃഷ്ണ ഭഗവാന്റെ പാദസ്മരണ കൊണ്ടുണ്ടായ വിരഹവേദനയാൽ എങ്ങനെയാണ്
മറുപടി പറയാൻ കഴിയുക? അദ്ദേഹത്തിന് മറുപടി പറയാൻ കഴിഞ്ഞില്ല. തീവ്രമായ ഭക്തിയോഗം കൊണ്ട് കൃഷ്ണപാദസുധയിൽ ആമഗ്നനായി ആനന്ദ നിർവൃതനായി ഉദ്ധവര് അല്പനേരം അങ്ങനെ ഇരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഭഗവാനെക്കുറിച്ചോർത്ത് ഉദ്ധവർക്ക് രോമാഞ്ചമുണ്ടായി. പാതി അടഞ്ഞ കണ്ണിൽ നിന്നും കണ്ണീര് ധാരധാരയായി ഒഴുകി. ഭഗവാനെക്കുറിച്ചുള്ള പരമപ്രേമ പ്രവാഹത്തിൽ നിമഗ്നനായി അതിൽ നിന്ന് കരകയറുവാൻ സാധിക്കാത്ത ഉദ്ധവനെയാണ് വിതുരർക്ക് അവിടെ കാണാൻ സാധിച്ചത്. ഭഗവത് ലോകത്തിൽ നിന്നും മെല്ലെ മനുഷ്യലോകത്തേക്ക് ഇറങ്ങി വന്ന് കണ്ണീരൊക്കെ തുടച്ച് ഒരു ചെറിയ മന്ദഹാസത്തോടെ ഉദ്ധവര് മറുപടി പറയാൻ തുടങ്ങി. കൃഷ്ണദ്യുമണി നിമ്ലോജേ ഗീർണേഷ്വജകരേണ കിം നുന കുശലം ബ്രൂയാം ഗതശ്രീഷു ഗൃഹേഷ്വഹം. കൃഷ്ണനാകുന്ന സൂര്യൻ അസ്തമിച്ചപ്പോൾ കാലസ്വരൂപനായ മഹാസർപ്പത്തിൻ്റെ വായിലകപ്പെട്ട് ഐശ്വര്യമെല്ലാം നശിച്ച ഗൃഹങ്ങളിലെ എന്ത് കുശലത്തെയാണ് ഞാൻ പറയേണ്ടത്? ഇനി പറയുന്നു, ഈ ലോകത്തിലുള്ളവരെല്ലാം തന്നെ ഭാഗ്യഹീനന്മാരാണ്. അതിലും വിശേഷിച്ച് യദുകുലത്തിലുള്ളവർ. എന്തുകൊണ്ടെന്നാൽ പാൽക്കടലിലെ മത്സ്യങ്ങൾ അവരോടുകൂടെ വസിച്ച അമൃതനിധിയായ ചന്ദ്രനെ അറിയാതിരുന്നതുപോലെ യാദവന്മാരും അവരോടൊപ്പം വസിച്ചിരുന്ന കൃഷ്ണൻ്റെ യഥാർത്ഥ സ്വരൂപം അറിഞ്ഞില്ല. എന്നാൽ ആത്മാരാമന്മാരായ ഭക്തന്മാരെല്ലാം ഭക്തന്മാരുടെ പാലകനായിരുന്ന ശ്രീകൃഷ്ണനെ സർവഭൂതങ്ങളുടെയും ആശ്രയമായ പരബ്രഹ്മമാണെന്ന് അറിഞ്ഞിരുന്നു. ഈ യാദവന്മാർ ഭഗവാന്റെ മായാശക്തിയാൽ ആത്മാവല്ലാത്ത അന്യവസ്തുക്കളിൽ മനസ്സ് വെച്ചവരായിരുന്നു. എന്നാൽ ഭക്തന്മാരുടെ മനസ്സ് ശ്രീഹരിയിൽ തന്നെ ഉറപ്പിച്ചിരുന്നു. അതിനാൽ ഭഗവൻ മാഹാത്മ്യത്തെ ഭക്തന്മാർ അറിഞ്ഞു, പക്ഷേ യാദവന്മാർ അറിഞ്ഞതുമില്ല. തപശുദ്ധിയില്ലാത്തവരും തൻ്റെ ദിവ്യമംഗള സ്വരൂപം കണ്ട് മതിവരാത്തവരുമായ അവർക്ക് തൻ്റെ സ്വരൂപത്തെ അല്പകാലം കാണിച്ചു കൊടുത്ത് അവരുടെ നേത്രങ്ങളെയും അപഹരിച്ച് ഭഗവാൻ അന്തർധാനം ചെയ്തു. ഇനി ഭഗവാൻ സ്വീകരിച്ച മനുഷ്യരൂപത്തെപ്പറ്റി പറയുകയാണ്. അത് അത്യന്തം മനോഹരമായതും മനുഷ്യലീലയെ അഭിനയിപ്പാൻ മതിയായ ശക്തിയുള്ളതും തനിക്ക് തന്നെ വിസ്മയം ജനിപ്പിക്കുന്നതും ആയിരുന്നു. യുധിഷ്ഠിരൻ്റെ രാജസൂയത്തിൽ അഗ്രപൂജയെ അംഗീകരിച്ച് സിംഹാസനത്തിലിരിക്കുന്ന ആ ഭഗവാന്റെ പരമാനന്ദകരമായ വിഗ്രഹം കണ്ടവരെല്ലാം തന്നെ കരുതിയത് ബ്രഹ്മാവ് താൻ ഇതുവരെ നേടിയ സൃഷ്ടികൗശലം മുഴുവൻ ഇവിടെ ഈ ഭഗവാനിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നു എന്നാണ്. ഇനി വൃന്ദാവനത്തിലെ ഗോപികമാരാണെങ്കിലോ രാസക്രീഡാ സമയത്ത് ഭഗവാന്റെ അനുരാഗസൂചകമായ നോട്ടവും തൂമന്ദഹാസവുമൊക്കെ ലഭിച്ച ആ ഗോപികമാർ തങ്ങളുടെ ഗൃഹകൃത്യങ്ങളിലൊന്നും മനസ്സ് വയ്ക്കാതെ അതൊന്നും പൂർണ്ണമാക്കാതെ ഭഗവാനെ തന്നെ നോക്കി നിന്നു. ഭഗവാന്റെ അവതാര പ്രയോജനത്തെപ്പറ്റി പറയുന്നു അടുത്ത ശ്ലോകത്തിൽ. സ്വശാന്തരൂപേഷ്വിതരൈ സ്വരൂപൈരഭ്യർദ്യമാനേഷ്വനുകമ്പിതാത്മാ പരാവരേശോ മഹദംശയുക്തോ ഹ്യജോപി ജാതോ ഭഗവാൻ യഥാഗ്നി. ദുർജനങ്ങളുടെ ഉപദ്രവത്തിൽ അകപ്പെട്ടിരിക്കുന്ന സാധുക്കളിൽ കരുണ ഭഗവാൻ ഉണ്ടാകുമ്പോൾ ആ സാധുക്കളെ അനുഗ്രഹിപ്പാനും ദുർജനങ്ങളെ നിഗ്രഹിപ്പാനുമായിട്ട് ജനന മരണഹീനനായ ഭഗവാൻ ബലരാമസഹിതനായിട്ട് ജന്മം സ്വീകരിച്ചു. ജന്മാദിവികാരരഹിതനായ ഭഗവാൻ വസുദേവഗൃഹത്തിൽ ജനിച്ചതും ഗോകുലത്തിൽ ഒളിച്ചു താമസിച്ചതും അനന്തവീര്യമുള്ളവനാണെന്നിരിക്കലും ശത്രുഭയമെന്ന വണ്ണം നാടുവിട്ടോടിപ്പോയതും എനിക്ക് മനസ്സിലാക്കാനാവുന്നില്ല. അതൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് വളരെയധികം ദുഃഖമുണ്ടാവുന്നു. അതുമാത്രമല്ല, കംസവധം കഴിഞ്ഞ് മാതാപിതാക്കന്മാരായ ദേവകി വസുദേവന്മാരെ
പാദാഭിവന്ദനം ചെയ്തിട്ട്, അമ്മേ, അച്ഛാ, കംസനെ അധികം ഭയപ്പെട്ടിരുന്നതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യേണ്ടതായ പ്രത്യുപകാരങ്ങളെ ഒന്നും ഇതുവരെ ചെയ്യാൻ സാധിച്ചില്ല. അങ്ങനെയുള്ള ഞങ്ങളുടെ നേരെ നിങ്ങൾ പ്രസാദിക്കണേ എന്ന് പറഞ്ഞതോർക്കുന്ന സമയം എൻ്റെ മനസ്സ് വളരെയധികം വ്യസനിക്കുന്നു. ഇനിയുള്ള 7 ശ്ലോകങ്ങളെ കൊണ്ട് ഭഗവാന്റെ അസാധാരണ പൗരുഷത്തെപ്പറ്റി പറയുന്നു. ചലിക്കുന്ന പുരികക്കൊടികളാകുന്ന അന്തകനെ കൊണ്ട് ഭൂമിയുടെ ഭാരം നിശേഷം നശിപ്പിച്ച ആ ഭഗവാന്റെ പാദപത്മധൂളിയുടെ സൗരഭ്യത്തെ ആഘ്രാണിച്ചറിഞ്ഞ ഏതൊരാൾക്ക് അതിനെ പിന്നെ മറക്കാൻ കഴിയും? മറക്കാൻ കഴിയില്ല എന്ന് പറയാണ്. ധർമ്മപുത്രരുടെ രാജസൂയ യാഗത്തിൽ വെച്ച് ശ്രീകൃഷ്ണ വിദ്വേഷിയായിരുന്ന ശിശുപാലൻ പോലും യോഗികൾക്ക് ലഭിക്കുന്ന പരമസിദ്ധിയെ പ്രാപിച്ചത് നിങ്ങൾ കാണുകയുണ്ടായല്ലോ. ആ കാരുണ്യമൂർത്തിയുടെ വിരഹം ആർക്ക് താങ്ങാനാവും? അതുപോലെ കൗരവ പാണ്ഡവ യുദ്ധത്തിൽ പങ്കെടുത്ത യോദ്ധാക്കൾ പാർത്ഥസാരഥിയുടെ മുഖകമലത്തെ കണ്ടുകൊണ്ട് യുദ്ധം ചെയ്യുമ്പോൾ അർജുനൻ്റെ അസ്ത്രമേറ്റ് പരിശുദ്ധരായി വൈകുണ്ഠത്തെ പ്രാപിച്ചു. നിസ്തുലനും ത്രിലോകാധിപനും നിരതിശയനും പരമാനന്ദ സ്വരൂപ സമ്പത്തുകൊണ്ട് ആപ്തസമസ്ത കാമനും ആജ്ഞാപരിപാലന രൂപമായ കപ്പം കൊടുക്കുന്ന ലോകപാലന്മാരാൽ വന്ദിക്കപ്പെടുന്ന പാദപീഠത്തോടു കൂടിയവനുമായ ശ്രീകൃഷ്ണ ഭഗവാൻ സിംഹാസനത്തിലിരിക്കുന്ന ഉഗ്രസേന മഹാരാജാവിൻ്റെ അരികിൽ നിന്നുകൊണ്ട്, ഹേ ദേവ, ഇതാ ഇവൻ വന്നിരിക്കുന്നു, ഈ വിധം ഉണർത്തിക്കുന്നു, അതിന് മറുപടി കൽപ്പിക്കണം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ഉഗ്രസേനന് സേവ അനുഷ്ഠിച്ചതോർക്കുമ്പോൾ, അല്ലയോ വിതുര, ആ ഭഗവാന്റെ സേവകരായ ഞങ്ങൾക്ക് വളരെയധികം വേദനയുണ്ടാക്കുന്നു. ഇനി ഭഗവാന്റെ അത്യത്ഭുതമായ കാരുണ്യത്തെപ്പറ്റി പറയുകയാണ് ഉദ്ധവർ. അഹോബകീയം സ്തനകാളകൂടം ജിഘാംസയാ പായയദപ്യസാധ്വി ലേഭേ ഗതിം ധാത്ര്യുചിതാം തതോന്യം കം വാ ദയാലും ശരണം വ്രജേമ. വിഷം പുരട്ടിയ സ്തനങ്ങളെ കുടിപ്പിച്ച് തന്നെ കൊല്ലാൻ നോക്കിയ പൂതനയ്ക്ക് ഭഗവാൻ സൽഗതിയെ നൽകിയില്ലേ? തൻ്റെ വളർത്തമ്മയായ യശോദാദേവിക്ക് കൊടുത്ത അതേ സ്ഥാനം തന്നെ തന്നെ കൊല്ലാൻ വന്ന പൂതനയ്ക്കും കൊടുത്ത ആ അപാര കരുണാനിധിയെ അല്ലാതെ വേറെ ആരെ നമ്മൾ ഇനിമേൽ ശരണം പ്രാപിക്കും? ഇനി ഉദ്ധവർ പറയാണ്, അസുരന്മാരെയും ഞാൻ ഭഗവത് ഭക്തന്മാരായിട്ടാണ് കാണുന്നത്. അതിന് കാരണം ഈ അസുരന്മാർ ഭഗവാനോടുള്ള ദ്വേഷനിമിത്തം എപ്പോഴും ശത്രുവാണെന്ന ഭാവത്താൽ ഭഗവാനെ സംഹരിക്കാനുള്ള ചിന്ത കൊണ്ട് ഭഗവാനിൽ തന്നെ മനസ്സിനെ ഉറപ്പിച്ചവരാണ്. കൂടാതെ യുദ്ധത്തിൽ ഗരുഡാരൂഢനായ ഭഗവാനെ കണ്ടുകൊണ്ടാണ് അവർ മരണം വരിച്ചത്. അസുരന്മാർ ദ്വേഷഭക്തിയാൽ ഭഗവാന്റെ ഘോരരൂപം കാണുന്നു. എന്നാൽ ഭക്തന്മാരാകട്ടെ പ്രേമഭക്തിയാൽ ഭഗവാന്റെ ശാന്തരൂപവും കാണുന്നു. ഇനി പറയുന്നു, വസുദേവസ്യ ദേവക്യാം ജാതോ ഭോജേന്ദ്രബന്ധനെ ചികീർഷുർഭഗവാനസ്യ ശമജേനാഭിയാചിത. ബ്രഹ്മാവിൻ്റെ അപേക്ഷയനുസരിച്ച് ഭൂമിയെ രക്ഷിക്കുന്നതിനു വേണ്ടി ദേവകി വസുദേവന്മാരുടെ പുത്രനായി കംസൻ്റെ കാരാഗൃഹത്തിൽ ഭഗവാൻ പിറന്നു. കംസനെ ഭയപ്പെട്ടിരുന്ന പിതാവായ വസുദേവൻ ഭഗവാനെ നന്ദഗോകുലത്തിൽ കൊണ്ടാക്കി. ഏട്ടനായ ബലരാമനോടൊത്ത് 11 സംവത്സര കാലം അരണിയിൽ അഗ്നി എന്ന പോലെ സ്വന്തം പ്രഭാവത്തെ പ്രകാശിപ്പിക്കാതെ വസിച്ചു. മനോഹരമായി ശബ്ദിക്കുന്ന പക്ഷികൾ നിറഞ്ഞ വൃക്ഷങ്ങളോട് കൂടിയ യമുനാ നദിയുടെ സമീപത്തുള്ള വനത്തിൽ ഭഗവാൻ കൂട്ടുകാരും ഒരുമിച്ച് പശുക്കുട്ടികളെയും മേയിച്ച് കളിച്ച് രസിച്ചു. ബാലലീലയിൽ ഏർപ്പെടുന്ന ചില അവസരങ്ങളിൽ ബാലസിംഹത്തെപ്പോലെ ധീരമായി നോക്കുക, ചിലപ്പോൾ കരയുക, ചിലപ്പോൾ ചിരിക്കുക എന്നീ ബാലചേഷ്ടകളെ കാണിച്ച് പ്രജവാസികളെയൊക്കെ ആനന്ദിപ്പിച്ചു. കുറെ കൂടി പ്രായം ചെന്നപ്പോൾ
പശുക്കുട്ടികളെ പരിപാലിക്കുന്നതിന് പകരം വലിയ പശുക്കളെ പരിപാലിച്ചു. കൂടെ നടക്കുന്ന ഗോപന്മാരെയെല്ലാം വേണുഗാനത്താൽ രസിപ്പിച്ചു. ഗോകുലത്തിൽ വളരുന്ന ശ്രീകൃഷ്ണ ഭഗവാനെക്കുറിച്ച് കേട്ടറിഞ്ഞ കംസൻ ഭഗവാനെ വധിപ്പാനായിട്ട് സ്വന്തം ഇഷ്ടമനുസരിച്ച് രൂപം മാറാൻ കഴിയുന്ന മായാവികളായ അസുരന്മാരെ ഓരോരുത്തരെയായി ഭഗവാന്റെ അടുത്തേക്ക് അയച്ചു. അവരെയെല്ലാം ഭഗവാൻ നിഷ്പ്രയാസം സംഹരിച്ചു. കാളിയൻ്റെ വിഷം കൊണ്ട് ദുഷിച്ച ജലം കുടിച്ച് മരിച്ച ഗോപന്മാരെയും ഗോക്കളെയും കടാക്ഷാമൃതം വർഷിച്ച് ഭഗവാൻ ജീവിപ്പിച്ചു. കാളിയൻ്റെ അഹങ്കാരത്തെ ശമിപ്പിച്ച് അവിടെ നിന്ന് പറഞ്ഞയച്ച് നദിയിലെ ജലം പാനയോഗ്യമാക്കി തീർത്തു. നന്ദഗോപരുടെ ഭണ്ഡാരത്തിൽ നിറഞ്ഞിരിക്കുന്ന ധനത്തെ സദ്വിഷയത്തിൽ ചിലവ് ചെയ്യിക്കണം എന്നാലോചിച്ച് നന്ദഗോപരെ കൊണ്ട് ബ്രാഹ്മണർ മുഖേന ഗോസവം എന്ന യാഗം ചെയ്യിപ്പിച്ചു. തന്നെ അവമാനിച്ചതിൽ അമർഷം പൂണ്ട ദേവേന്ദ്രൻ പേമാരി ചൊരിഞ്ഞ് ഗോകുലം മുക്കാൻ നോക്കിയപ്പോൾ ഭഗവാൻ ഗോവർദ്ധന പർവ്വതത്തെ എടുത്ത് കുടയായി പിടിച്ച് ഗോകുലത്തെ കാത്തുരക്ഷിച്ചു. ശരത്കാല രാത്രിയിൽ നല്ല പൂനിലാവുള്ള സമയത്ത് ഭഗവാന്റെ ആ അതിമനോഹരമായ ഓടക്കുഴൽ നാദം കേട്ട് ഓടിയണഞ്ഞ ഗോപികമാരോടൊത്ത് ഭഗവാൻ രാസനൃത്തമാടി. ഇത്രയും പറഞ്ഞുകൊണ്ടാണ് ഈ അധ്യായം അവസാനിക്കുന്നത്. എൻ്റെ എല്ലാ വാക്കുകളും ഭഗവാന്റെ പാതാരവിന്ദത്തിൽ സമർപ്പിക്കുന്നു. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.